ടു കെ സി എസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഡെയിലി MCQs ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഡിറ്റിംഗ് പേപ്പറിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു 3 സെഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്കൊരു 5 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 നമുക്ക് നെക്സ്റ്റ് കിടക്കാനുള്ള റിലേറ്റഡ് വിത്ത് കറന്റ് ഓഡിറ്റ് ഫയൽസ്. 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, current audit files contains the audit program for the specific period. Number 2, it contains the record of the auditor's evaluation of internal control. Number 3, it contains the company's certificate of incorporation. 4 options. Only 1 and 2 are correct. 2 and 3 are correct. 1 and 3 are correct. All are correct. നമുക്ക് നോക്കാം. കറണ്ട് ഓഡിറ്റ് ഫയൽസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓഡിറ്റ് പ്രോഗ്രാം ഫോർ ദ സ്പെസിഫിക് പീരീഡ്. കറക്റ്റ് ആണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഒരു സ്പെസിഫിക് പീരീഡിലത്തെ. സോ കറണ്ട് ഓഡിറ്റ് ഫയൽസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സ്പെസിഫിക് പീരീഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് ഫയൽസ് ആണ് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ കറക്റ്റാണ്. ഇനി നമ്പർ 2, it contains the record of the auditor's evaluation of internal control. അതും കറക്റ്റ് അല്ലേ. എന്താണ്? കറന്റ് ഓഡിറ്റ് ഫയൽ കണ്ടെയ്ൻസ് ദ റെക്കോർഡ് ഓഫ് ഓഡിറ്റേഴ്സ് ഇവാലുവേഷൻ. ഓഡിറ്ററുടെ ഇവാലുവേഷൻ റിലേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. എന്തിനെ പറ്റിയിട്ട്? ഇന്റേണൽ കൺട്രോളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കറന്റ് ഓഡിറ്റ് ഫയൽസിലാണ് വെക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഈ പറയുന്ന ഇവാലുവേഷൻ എന്ന് പറയുന്നത്, ഓഡിറ്ററുടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വരാം. എന്തിനെ പറ്റിയിട്ട്? ഇന്റേണൽ കൺട്രോളിനെ. അത് നമ്മൾ എവിടെയാ? കറന്റ് ഓഡിറ്റ് ഫയൽസിലാണ് വെക്കുക. ശരിയാണ്. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് ദ കമ്പനീസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അത് കറണ്ടിലല്ല വരാം. അത് ഇതിലെ വരാം, പെർമനന്റ് ഓഡിറ്റ് ഫയൽസിലെ വരാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇതിനെ ഇയറിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ട് വരുന്നതല്ലല്ലോ അല്ലേ. എഗ്രിമെൻ്റ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് എവിടെ വരെയാ? പെർമനന്റ് ഓഡിറ്റ് ഫയൽസിലാണ്. കറന്റ് ഓഡിറ്റ് ഫയൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് അല്ലേ, സ്പെസിഫിക് ഇയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ചേഞ്ച് ചെയ്യാത്തതൊക്കെ എവിടെ വരാം? പെർമനന്റ് ഓഡിറ്റ് ഫയൽസിലാണ് വരാം. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17 റിലേറ്റഡ് വിത്ത് ഓഡിറ്റ് പ്ലാനിംഗ് ആൻഡ് റിസ്ക്. The auditor should consider materiality during the planning stage. Number 2, audit risk is the risk that the auditor expresses an inappropriate opinion. Number 3, higher the internal control, higher the audit risk. Only 1 and 2 are correct. 2 and 3, 1 and 3, all are correct. നമുക്ക് നോക്കാം. Number 1, the auditor should consider materiality during the planning stage. കറക്റ്റ് ആണ്. എന്താ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം കൺസിഡർ ചെയ്ത് എത്രത്തോളം എറേഴ്സിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്നുള്ള തീരുമാനമാണ്. ഇപ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ അല്ലേ കാര്യങ്ങളൊക്കെ എറേഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എത്രത്തോളമാണ് നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടത്, അതാണ് ഈ പറയുന്ന മെറ്റീരിയാലിറ്റിയിൽ പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. മെറ്റീരിയൽ ആയിട്ടുള്ളതിനെ മാത്രം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രം കൺസിഡർ ചെയ്ത് ചെറിയ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ എത്രത്തോളം ഇഗ്നോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, ശരിയാണ്. ദെൻ ഓഡിറ്റ് റിസ്ക് ഈസ് ദ റിസ്ക് that the auditor expresses
ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ. ശരിയല്ലേ? എന്തിനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പം തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിനെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വെക്കുകയാണെങ്കിൽ അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. ഓഡിറ്റ് റിസ്ക് ഈസ് ദ റിസ്ക് ദാറ്റ് ദ ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യുന്നു. എങ്ങനെ? ഇൻ ആൻ ഇൻഅപ്രോപ്രിയേറ്റ് വേ. ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ തരുമ്പോഴാണ്. തെറ്റായിട്ടുള്ളതിനെ ശരിയാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് തന്നാൽ അതാണ് ഓഡിറ്റ് റിസ്ക്. ഓക്കെ, കറക്റ്റ്. ദെൻ ഹയർ ദ ഇന്റേണൽ കൺട്രോൾ, ഹയർ ദ ഓഡിറ്റ് റിസ്ക്. തെറ്റല്ലേ? ഹയർ ദ ഇന്റേണൽ കൺട്രോൾ, ലോവർ ദ ഓഡിറ്റ് റിസ്ക്. എത്രത്തോളം നല്ല രീതിയിൽ ഇന്റേണൽ കൺട്രോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിസ്ക് കുറയാണ് ചെയ്യുക. ഓക്കെ, സോ 1ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Moving to question number 18, related with audit process hierarchy. Number 1, vouching comes before the preparation of the audit report. Number 2, verification of asset is the final step before the audit program is made. Number 3, audit report is the culmination of the audit process. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വൗച്ചിങ് കംസ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. നിസ്സംശയം പറയാം, കറക്റ്റാണ്. ഓഡിറ്റ് റിപ്പോർട്ട് അവസാനമാണ് പ്രിപ്പയർ ചെയ്യുക. വൗച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. സോ നിർബന്ധമായും വൗച്ചിങ് ആണ് ആദ്യം വരേണ്ടത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ബിഫോർ ദ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് മെയ്ഡ്. അത് തെറ്റല്ലേ? ഓഡിറ്റ് പ്രോഗ്രാമിന് മുമ്പ് നടക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്? വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് എന്ന് പറയണത്. അങ്ങനെയല്ലല്ലോ. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യം നടക്കുന്ന ഒരു പരിപാടിയാണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, പ്ലാനിങ് ആണ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം ആണ് എന്ത് നടക്കണ്ടേ? ഫസ്റ്റ് നടക്കണ്ടേ. ഇവിടെ പറയണ എന്താ? വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ബിഫോർ. ഓഡിറ്റ് പ്രോഗ്രാം നടക്കുന്നേക്കാൾ മുമ്പ് നടക്കുന്നതാണ് ഈ പറയുന്ന വെരിഫിക്കേഷൻ. അത് തെറ്റാണ്. പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം, അത് ആദ്യമാണ് നമ്മൾ നടത്തുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തെറ്റാണ്. ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ദ കൾമിനേഷൻ ഓഫ് ദ ഓഡിറ്റ് പ്രോസസ്. കറക്റ്റ് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും അവസാനം നടക്കുന്നതുമായിട്ടുള്ളതാണ് എന്ത്? ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കൾമിനേഷൻ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും അവസാനം നടക്കുന്നതാണ്. സോ അത് ശരിയാണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19, റിലേറ്റഡ് വിത്ത് ഓഡിറ്റ് നോട്ട്ബുക്ക്. Audit notebook is a link between audit staff and auditor. Audit notebook contains technical details about the client's business. Audit notebook should be destroyed as soon as the audit report is signed. Null options 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം. Number 1, audit notebook is the link between audit staff and auditor. കറക്റ്റ് അല്ലേ? നമുക്കറിയാം ഓഡിറ്റർ എപ്പോഴും ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക്, ക്ലയൻറ്റിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട് കാര്യങ്ങളൊന്നും നോക്കില്ല. അതിന് ഓഡിറ്റ് സ്റ്റാഫിനെ വിടും, ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ. അവരെ നോട്ടീസ് ചെയ്ത് വയ്ക്കും. ഓഡിറ്റ് നോട്ട്ബുക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓഡിറ്റർ അല്ലേ ചെക്ക് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഓഡിറ്റ് നോട്ട്ബുക്ക് ദ ലിങ്ക് ബിറ്റ്വീൻ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് ഓഡിറ്റർ. കറക്റ്റാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ക്ലയൻറ്റ്സ് ബിസിനസ്. അതും കറക്റ്റ് അല്ലേ? അതിൽ ഓഡിറ്റ് സ്റ്റാഫ് ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രോയിഡ് ആസ് സൂൺ ആസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സൈൻഡ്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഡിറ്റ് നോട്ട്ബുക്ക് ഡിസ്ട്രോയ് ചെയ്യുന്ന പറയുന്നത് തെറ്റല്ലേ? അത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ അല്ല, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഒരു എവിഡൻസ് പർപ്പസിന് വേണ്ടിയിട്ട്. 7 മുതൽ 10 വർഷം വരെയൊക്കെ കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അത് തെറ്റാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് ഓഡിറ്റിംഗ് അവസാനിപ്പിച്ച് അടുത്ത ദിവസം മുതൽ മറ്റൊരു പേപ്പറിലോട്ട് കിടക്കാം. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഓഡിറ്റ്. സ്റ്റാൻഡർഡൈസ്ഡ് പേപ്പേഴ്സ്, ചെക്ക്ലിസ്റ്റ്, ലെറ്റേഴ്സ് reduce the need for professional judgment.
Standardized papers help in the review of the work performed. 1 and 2, 2 and 3, 1 and 3, all are correct. നോക്കാം നമുക്ക്. Standardization of working papers improves the efficiency of an audit. അതെന്തായാലും കറക്റ്റാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്തിനും സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടും. നമുക്ക് ഇൻ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലേ? ക്വിക്കായിട്ട് ചെയ്യാൻ സാധിക്കും, എഫിഷ്യൻസി കൂടും. ശരി. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് പേപ്പേഴ്സ്, ഇപ്പോൾ ചെക്ക് ലിസ്റ്റിലാവട്ടെ, അല്ലേ, ഏതൊക്കെ ടിക്ക് ഇടണം, ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് പേപ്പേഴ്സ് റെഡ്യൂസ് ദ നീഡ് ഫോർ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അത് തെറ്റാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി വർക്കിംഗ് പേപ്പേഴ്സിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി എന്ന് വെച്ചിട്ട് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യം അവിടെ കുറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു കാരണവശാലും റീപ്ലേസ് ചെയ്യില്ല. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് വർക്കിംഗ് പേപ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടത് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനില്ല. ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അതല്ലാണ്ട് റീപ്ലേസ്മെൻറ്റ് അവിടെ പറ്റില്ല. അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മൾ ഓഡിറ്റർ കാര്യങ്ങളൊക്കെ നോക്കി പ്രൊഫഷണലി അവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കണം ഓരോ കാര്യങ്ങൾക്കും. ഇനി സ്റ്റാൻഡർഡൈസ്ഡ് പേപ്പേഴ്സ് ഹെൽപ്പ് ഇൻ ദ റിവ്യൂ ഓഫ് ദ വർക്ക് പെർഫോംഡ്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ ഓരോരുത്തർ ഓരോ രീതിയിൽ, ഇപ്പോൾ ജൂനിയർ സ്റ്റാഫിന് എന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുത്താൽ അവർ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നേരെ മറിച്ച് എല്ലാതും നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് വർക്ക് അത് നമ്മളെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്ന സഹായിക്കും എന്നുള്ളതാണ്. ശരിയാണ്, അല്ലേ? അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പം ഇനി മറ്റൊരു പേപ്പറിൻ്റെ MCQ ഡിസ്കഷനായിട്ട് നാളെ കാണാം. എല്ലാ ദിവസവും പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കണം, അതിനുശേഷം അതിനെന്ത് ചെയ്യണം? പഠിക്കണം. സിലബസ് ബേസ്ഡ് പഠിക്കണം. അതിനുശേഷം നടത്തേണ്ടതാണ് ഈ പറയുന്ന MCQ ഡിസ്കഷൻ. ഇത് എത്രത്തോളം നമ്മൾ MCQs പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ചതിന് ശേഷം. ആദ്യം ഇത് മാത്രം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. കൺസെപ്റ്റ് അറിയണം, സബ്ജക്റ്റ് അറിഞ്ഞിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് ഇൻ ടൈമിൽ കാര്യങ്ങളൊക്കെ വായിച്ച് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. PDF നോട്ട്സ് ഉണ്ടായിരിക്കും, MCQ പ്രാക്ടീസസ് ഉണ്ടായിരിക്കും, ഓക്കെ, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.